മനുഷ്യചരിത്രത്തിൻ്റെ ആഴത്തിൽ ക്രോണോസ് അല്ലെങ്കിൽ കാലം തൊടാത്തൊരു സത്യമുണ്ട്. മറഞ്ഞതല്ല, പക്ഷേ മനുഷ്യബോധം പിടികൂടാൻ പാടുപെട്ടത്. ഗോഡ് ഈസ് ട്രിനിറ്റി. 3 ഗോഡല്ല, പിളർന്ന ശക്തികളുടെ കൂട്ടായ്മയും അല്ല. 1 ഗോഡ് റിവീൽഡ് ഇൻ 3 പേഴ്സൺസ്: ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. ഗ്രീക്ക് സ്ക്രിപ്ചർ ഇതിനെ വിളിക്കുന്നത് മിയ ഔസിയ, 1 എസൻസ്, ട്രസിസ് ഹൈപ്പോസ്റ്റാസിസ്, 3 പേഴ്സൺസ്. ഒരു എസൻസ്, ഒരേ വിൽ, ഒരേ ഗോഡ് ഹെഡ്. ഈ ട്രിനിറ്റിയിൽ മനുഷ്യചരിത്രം പലപ്പോഴും തെറ്റായി വായിച്ച, ലോകം ലളിതമാക്കാൻ ശ്രമിച്ച ഒരാളുണ്ട്: ദി സൺ. ബൈബിൾ ഒരിടത്തും പറയുന്നില്ല ജീസസ് ക്രൈസ്റ്റ് സൃഷ്ടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ക്രിയേറ്റഡ് ബീയിങ് ആണെന്ന്. ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ഇതാണ്: ഹി ഈസ് എറ്റേണൽ. ജോൺ ചാപ്റ്റർ 1: ഇൻ ദി ബിഗിനിങ് വാസ് ദ വേർഡ്, എൻ ആർ കെ എൻ ഹോ ലോഗോസ്. ഇവിടെ ആർ കെ എന്നത് തുടക്കമല്ല, ഓറിജിൻ, സോഴ്സ്, ആബ്സല്യൂട്ട് ബിഗിനിങ് ആണ്. കാലത്തിന് മുൻപ്, സ്പേസ് രൂപം കൊണ്ടതിന് മുൻപ്, മാറ്റർ എനർജിയായി പോലും പ്രകടമാകുന്നതിന് മുൻപ്. ആൻഡ് ദി വേർഡ് വാസ് വിത്ത് ഗോഡ്, ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ആ വേർഡ് ഒരു ഐഡിയ അല്ല, ഒരു സിമ്പിൾ അല്ല. ആ വേർഡ് തന്നെയാണ് ജീസസ് ക്രൈസ്റ്റ്. ക്രിയേഷൻ തന്നെ അവൻ്റെ ഐഡൻറ്റിറ്റി പ്രഖ്യാപിക്കുന്നു. ഓൾ തിങ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ഹിം. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കാണുന്നതും കാണാത്തതും, ടൈം, സ്പേസ്, മാറ്റർ. ക്രോണോസ്, ടോപ്പോസ്, ഹൈലെ അല്ലെങ്കിൽ ടൈം, സ്പേസ്, മാറ്റർ, ഫിസിക്സ് പറയുന്ന റിയാലിറ്റി തന്നെ. ജീസസ് ക്രിയേഷനിൽ നിന്ന് ഉയർന്നവനല്ല. ക്രിയേഷൻ ജീസസിൽ നിന്നാണ് എക്സിസ്റ്റൻസിലേക്ക് വന്നത്. അവൻ യൂണിവേഴ്സിൻ്റെ പാർട്ടല്ല, അവൻ അതിൻ്റെ സോഴ്സാണ്. കൊലോസിയൻസ് 2:9: ഇൻ ഹിം ഡ്വെൽസ് ഓൾ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് ബോഡിലി, പാൻറ്റു പ്ലിയോരമ ടെസ് തിയോറ്റോസ് സൊമറ്റിക്കോസ്. അർത്ഥം, ഗോഡ് ഹെഡിൻ്റെ മുഴുവൻ ഫുൾനെസ് ബോഡിലി ആയി ജീസസ് ക്രൈസ്റ്റിൽ വസിക്കുന്നു. ഭാഗിക ദൈവത്വമല്ല, ബോരോ ചെയ്ത പവറല്ല. ജീസസ് ഹാഫ് ഗോഡ് അല്ല, സെക്കൻഡ് ലെവൽ ഗോഡും അല്ല. ഹീ ഈസ് ഫുള്ളി ഗോഡ്, ഫുള്ളി മാൻ. പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ്. എറ്റേണൽ ആയവൻ അല്ലെങ്കിൽ എറ്റേണൽ ആയ ലോഗോസ് ടൈമിലേക്ക് പ്രവേശിച്ചു. നോട്ട് ഇൻ ഗ്ലോറി, നോട്ട് ഇൻ പവർ, ഒരു വോം വഴി. വെൻ ദ ഫുൾനെസ് ഓഫ് ടൈം ഹാഡ് കം, ഗോഡ് സെൻഡ് ഫോർത്ത് ഹിസ് സൺ. God sent forth his son, born of a woman. When the fullness of time had come, Pleorama to Chrono. ഇതൊരു ആക്സിഡൻ്റ് അല്ല, ഇതൊരു ഇവല്യൂഷൻ അല്ല, ഇതൊരു ഇൻകാർണേഷനാണ്. ദൈവം ചരിത്രത്തിലേക്ക് ശരീരത്തിൽ പ്രവേശിച്ചത്. ഗോഡ് ബിക്കമിങ് മാൻ. അവൻ ഡിവിനിറ്റി ഉപേക്ഷിച്ചില്ല, ഹ്യൂമാനിറ്റി അഭിനയിച്ചില്ല. ഫുള്ളി ഗോഡ്, ഫുള്ളി മാൻ. ഒരേ പേഴ്സൺ, ഒരേ മിഷൻ. അവൻ വന്നത് ഫാദറിനെ റിവീൽ ചെയ്യാൻ, സിൻ ഹമാർട്ടിയ ഡിഫീറ്റ് ചെയ്യാൻ, ഡെത്ത് താനറ്റോസ് കോൺകോർ ചെയ്യാൻ. ക്രോസ് ട്രാജഡി അല്ല, ക്രോസ് നിക്കേ വിക്ടറിയാണ്. റിസറക്ഷൻ പ്രഖ്യാപിച്ചു. ജീസസ് ഈസ് ലോർഡ്. ആദ്യ വരവ് ലാംബായാണെങ്കിൽ രണ്ടാമത്തെ വരവ് അത് കിങ് ഓഫ് കിങ്സ് ആയിട്ടാണ്. ദിസ് സെയിം ജീസസ് വിൽ കം അഗെയിൻ, നോട്ട് സിംബോളിക്, നോട്ട് സീക്രട്ട്, ഇൻ ഡോക്സേ, ഇൻ ഗ്ലോറി, വിസിബിൾ, ഗ്ലോറിയസ്, ഫൈനൽ. അപ്പോൾ ചോദ്യം ഇതല്ല
നമ്മൾ ജീസസിനെ എന്തായി വിശേഷിപ്പിക്കുന്നു? യഥാർത്ഥ ചോദ്യം ഇതാണ്. സ്ക്രിപ്ചർ ജീസസിനെ ആരായി വെളിപ്പെടുത്തുന്നു? ഗ്രീക്ക് ബൈബിൾ ഒരിക്കലും മടിക്കുന്നില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്.